അജയ് ദേവ്ഗണിന്റെ റൈഡ് എന്ന പടത്തിന്റെ റീമേക്കാണ് രവിയേട്ടൻ ചെയ്തു വെച്ച മിസ്റ്റർ ബച്ചൻ. മുടക്കിയതിന്റെ പകുതി പൈസ പോലും തിരിച്ചു കിട്ടില്ല എന്നാണ് അറിവ്. പടത്തിന്റെ തുടക്കത്തിൽ ബാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോയി രണ്ടുപേരെ കുറെ എണ്ണം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കും. അപ്പോഴാണ് നായകൻ രവിയേട്ടന്റെ എൻട്രി. സാധാരണ ഈ ഫൈറ്റ് ഒക്കെ കാണുമ്പോൾ പെൺകുട്ടികൾക്കാണ് ക്രഷ് അടിക്കുന്നത്. ഇവിടെ എന്നാൽ നേരെ തിരിച്ചാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ആണ് ജനിച്ചതിന് വിഷമാവുന്ന ഞാനൊരു പെണ്ണായിരുന്നെങ്കിണ്ടല്ലോ. അങ്ങനെ ഇവരെയൊക്കെ ഇടിച്ച് പൈസ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്തായാലും ടാങ്ക്സിൽ ഒതുക്കണ്ട എന്ന് വിചാരിച്ച് നായകൻ രവിയേട്ടനെ ഇവർ പെണ്ണ് കാണാൻ വീട്ടിലേക്ക് ക്ഷണിക്കും. എന്നിട്ട് പിറ്റേ ദിവസം ഒരു ഉളുപ്പുമില്ലാതെ നായകൻ പെണ്ണ് കാണാൻ പോകുമ്പോഴാണ് പടത്തിലെ ആദ്യത്തെ ട്വിസ്റ്റ് വരുന്നത്. ഇയാൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസറാണ്. എന്നിട്ട് റെയ്ഡെന്ന് കൊണയടിച്ച് അവിടുത്തെ സാധനങ്ങളെല്ലാം പറക്കെടുത്ത് നായകൻ സീസ് ചെയ്യും. പക്ഷേ അവിടുത്തെ ആൾക്കാർക്ക് നല്ല ഹോൾഡ് ഉള്ളത് കൊണ്ട് നായകന്റെ പണി പോകും. അങ്ങനെ പണിയും ക്ലീൻ പോയ നമ്മുടെ നായകൻ നാട്ടിൽ തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോഴാണ് നായികയെ കണ്ടുമുട്ടുന്നത്. എത്ര ശ്രമിച്ചിട്ടും നായികയെ വളയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് നായകൻ എണ്ണ ഒഴിച്ച് നായികയെ വളച്ചെടുക്കും. ഉള്ള പണി പോയത് കൊണ്ട് വേറെ പണി കിട്ടും വരെ ഇവളെ വളയ്ക്കാമെന്ന് പറഞ്ഞ് നായികയെ ഒലിപ്പിച്ച് വെറുപ്പിച്ച് നമ്മുടെ ബച്ചേട്ടൻ നടക്കും. എന്നിട്ട് അടുത്ത സീനിൽ മെയിൻ വില്ലൻ ഡേഡി ഗിരിജയെ കാണിക്കുന്നുണ്ട്. ഇതെന്താ അന്താക്ഷരി കളിക്കുകയാണോ അതോ അക്ഷരശ്ലോക മത്സരം? ഇങ്ങനെ ഒതുക്കാൻ ആരെങ്കിലും വേണമല്ലോ, അതാണല്ലോ അതിന്റെ ശരി. അതിനുവേണ്ടി നമ്മുടെ നായകന് പണി തിരിച്ചു കൊടുക്കും. നിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. എത്രയും വേഗം ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണം. ഷുവർ സർ. വെൽക്കം. എന്നിട്ട് പണി തിരിച്ചു കിട്ടിയ നമ്മുടെ നായകൻ ഡാഡി ഗിരിജയുടെ വീട് റെയ്ഡ് ചെയ്യും. പക്ഷെ അവിടെ നിന്ന് ഒന്നും കിട്ടാത്തത് കാണുമ്പോൾ ഡാഡി ഗിരിജ എന്തൊക്കെയോ പറഞ്ഞ് ഊക്കി വിടും. അതിനിടയിൽ അവിടെ ഒരു അടി നടക്കും. ആ അടിയുടെ ഇടയിൽ ദേ വരുന്നു സ്വർണ്ണമഴ. ഈ സ്വർണ്ണമഴ കേണുന്ന നമ്മുടെ നായകൻ അവിടെ എല്ലാ സാധനവും അടിച്ചു പൊട്ടിക്കും. പവർവേസിൽ സ്വർണം, മതിലിൽ സ്വർണം, എക്സെട്ര എക്സെട്ര. അങ്ങനെ നായകൻ അടിച്ചു പൊട്ടിക്കുന്ന എല്ലാ സ്ഥലത്തും സ്വർണം കിട്ടും. ഇതെല്ലാം കണ്ടു നിന്ന ഡാഡി ഗിരിജ റെയ്ഡ് നിർത്താൻ CM-നെ കൊണ്ട് വിളിപ്പിക്കും. പക്ഷേ ഇയാളെ ബച്ചിട്ട് ഊക്കിവിടും. ഇത് തന്നെ പരിപാടി. വിളിക്കുന്നു, ഊക്കിവിടുന്നു, റിപ്പീറ്റ്. വിളിക്കുന്നു, ഊക്കിവിടുന്നു, റിപ്പീറ്റ്. അങ്ങനെ കിട്ടിയതെല്ലാം വാരിപ്പറക്കി ലോറിയിലാക്കി പോകുമ്പോൾ ബച്ചേട്ടനെ ഡാഡി ഗിരിജയുടെ ആളുകൾ ചേസ് ചെയ്യും. ഇതൊക്കെ എന്താണ് ഇന്ന് പറഞ്ഞ് നമ്മുടെ നായകൻ ഗുണ്ടകളെല്ലാം അടിച്ചൊതുക്കിയിട്ട് പോയി കല്യാണം കഴിക്കും. അതോടെ പടം തീരും. 55 വയസ്സായ നായകന്റെയും 25 വയസ്സായ നായികയുടെയും ഒലിപ്പിക്കലും വെറുപ്പിക്കലും മാത്രമാണ് പടം. ആൻഡ് ഇതിനിടയിൽ വരുന്ന വില്ലൻ കഥാപാത്രം മറ്റൊരു കോമഡിയാണ്. എന്താ പറയാല്ലേ, ഒലിപ്പിക്കാനും വെറുപ്പിക്കാനും പ്രൊഡ്യൂസറിനെ പിച്ചച്ചട്ടി അടുപ്പിക്കാനും ഇങ്ങനെ ഓരോരോ അപരാധങ്ങൾ കൊണ്ട് ഇറങ്ങിക്കോളും.